ഇന്ത്യയിൽ സ്വവർഗ വിവാഹത്തിന് നിയമപരിരക്ഷ ഇല്ലെങ്കിലും LGBTQ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് ജനങ്ങൾ കാണിക്കുന്നുമുണ്ട്. കേരളത്തിലും അതിൻ്റെതായ മാറ്റങ്ങൾ കാലത്തിന് അനുസരിച്ച് പ്രതിഫലിക്കുന്നുണ്ട്. സ്വർഗാനുഗ്രഹിയായ പേരിൽ കൊടിയ മാനസിക ശാരീരിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ലബിസീൻ കപ്പിൾസാണ് ആദിലയും നൂറയും. ഇരുവരും ഇപ്പോൾ ബിഗ് ബോസ് മലയാളം 7-ലെ മത്സരാർത്ഥികളാണ്. തുടക്കത്തിൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് ഇവരുടെ പ്രണയത്തെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആളുകൾ മനസ്സിലാക്കാൻ പിടിച്ചുപറ്റാനും ചിലരെങ്കിലും ബിഗ് ബോസ് കണ്ടതിന് ശേഷം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ പങ്കാളിയായ നൂറെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചും പ്രണയകഥ പങ്കുവെക്കുകയാണ് ആദില പുതിയ എപ്പിസോഡിൽ. "എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പല്ല ഇത്. 10ാം ക്ലാസ് അവസാനിക്കുമ്പോൾ ഒരു ആൺകുട്ടിയുമായി എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് 1 മാസം പിന്നിട്ടപ്പോൾ ബ്രേക്കപ്പായി. ആ ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ലായിരുന്നു എന്നും എന്തോ ഒരു അൺകംഫർട്ടബിൾ സാധനം ഉണ്ടായിരുന്നു എന്നും. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നൂറയെ പരിചയപ്പെടുന്നത്. അന്ന് +1-ൽ പഠിക്കുകയായിരുന്നു. +2-ലായപ്പോൾ നൂറയുമായി റിലേഷൻഷിപ്പിലായി. നൂറ ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് അതുവരെ എനിക്കുണ്ടായ അൺകംഫർട്ടിൻ്റെ കാരണമെന്താണെന്ന് എനിക്ക് സ്ത്രീകളോടായിരുന്നു അട്രാക്ഷൻ കൂടുതൽ. എനിക്ക് അതേ പറ്റൂന്ന് അപ്പോഴാണ് മനസ്സിലായത്. നൂറ എനിക്ക് ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് അവളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. എനിക്ക് അവളുടെ ചുണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നൂറയ്ക്കുള്ളതുപോലെ ചുണ്ടുള്ളവരെ അതിനു മുമ്പ് ടേബിളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളോട് അട്രാക്ഷൻ തോന്നി. ഷോളൊക്കെ ഇട്ട് വന്നപ്പോൾ ഒരു മൊഞ്ചത്തി കുട്ടിയായിരുന്നു. ഞാനോ നീയോ ആണായിരുന്നെങ്കിൽ കല്യാണം കഴിക്കാൻ എന്ത് എളുപ്പമാണല്ലേ എന്ന് ഞാൻ ഒരിക്കൽ നൂറയോട് ചോദിച്ചു. അതിനുശേഷമാണ് നൂറയ്ക്കും എൻ്റെ ഇഷ്ടമാണെന്ന് മനസ്സിലായതും. എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്നാണ് നൂറ പറഞ്ഞത്. അങ്ങനെയാണ് രണ്ടുപേരും പരസ്പരം ഇഷ്ടമായെന്ന് മനസ്സിലാക്കുന്നത്. പ്രശ്നങ്ങളും കാര്യങ്ങൾക്കെല്ലാം ശേഷം ഞങ്ങൾ പിന്നെ ലാസ്റ്റ് കണ്ടത് മക്കയിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് പിരിയുന്നത്. എൻ്റെ സൈഡ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നൂറയുടെ എനിക്ക് കുറച്ച് പ്രഷറായിരുന്നു. കാരണം നൂറയുടെ വീട് കോഴിക്കോടായിരുന്നു. കല്യാണ ആലോചന നൂറയ്ക്ക് വരുന്നുമുണ്ട്. പോരാത്തതിന് മൊഞ്ചത്തി കുട്ടിയും. എനിക്കത് പാടായിരുന്നു. വുമൻസ് കോളേജിലാണ് പഠിച്ചത്. ബാപ്പയുടെ ഓർബുദ്ധിയാണ് എല്ലാത്തിനും കാരണം. ബോയ്സുമായി റിലേഷൻഷിപ്പ് ആകാതിരിക്കാനാണ് പെണ്ണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നത് എന്ന് കറക്റ്റ് വുമൻസ് കോളേജിൽ തന്നെ അവർ ചേർത്തത്. പക്ഷേ നൂറ ആയതുകൊണ്ട് അവിടെ ആരോടും അട്രാക്ഷൻ തോന്നിയതുമില്ല. വീട്ടുകാർ വിചാരിച്ചത് ഞങ്ങൾ വല്ല വീട്ടിലും പാത്രം കഴുകിയായിരിക്കും ജീവിക്കുക, അല്ലെങ്കിൽ പാലാരിവട്ടത്ത് പാലത്തിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാകുക എന്ന്. പക്ഷേ ഞാൻ കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ബിഗ് ബോസ് എന്ന ഷോയിൽ എൻ്റെ ഭാവി ഭാര്യയുമായി വന്ന് മത്സരിക്കുകയാണെന്നും ആദില പറഞ്ഞു. മുമ്പ് കുടുംബത്തെ വിഷമിച്ച് സെൽഫിഷായി ജീവിക്കുന്നവർ എന്ന ടാഗ് ലൈനായിരുന്നു ആദിലയ്ക്കും നൂറയ്ക്കും ജനങ്ങൾ നൽകിയിരുന്നത്. എന്നാൽ ഇരുവരെയും അടുത്തറിയുന്ന തുടങ്ങിയതിനു ശേഷം പ്രേക്ഷകരുടെ ചിന്താഗതിയിലും മാറ്റം തുടങ്ങി.